കഴിഞ്ഞ ദിവസം ഞാനൊരു പോൾ ഇട്ടിരുന്നു, വിച്ച് സ്റ്റേറ്റ് ഡു യു തിങ്ക് ഹാസ് ദ ഹൈയസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ. വളരെ ക്ലിയർലി എല്ലാവരും കേരളത്തിലേക്ക് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ടു 367 വോട്ട്സ് ആണ് ഒരു ദിവസമായിട്ടുള്ള ഇട്ടിട്ട്. പക്ഷേ 73% ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റി കേരളത്തിൽ തന്നെയാണ് ഇൻഫ്ലേഷൻ കൂടുതലെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇൻഫ്ലേഷൻ എന്ന് മനസ്സിലാക്കാം. എന്താണ് ഓവറോൾ ഇന്ത്യയുടെ ഗ്രാഫിൽ എവിടെയാണ് കൂടുതൽ ഇൻഫ്ലേഷൻ, കുറവ് ഇൻഫ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പേര് തോമസ് ആണ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഈ ചാനലിനകത്ത് പല ഫൈനാൻഷ്യൽ റിലേറ്റഡ് കോണ്ടന്റ് ചെയ്യുന്നതാണ്. നമ്മൾ കൂടുതൽ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റാർട്ടപ്സ്, പോഡ്കാസ്റ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ക്വാർട്ടർ 3.6% ആണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 6.2% എന്ന് വളരെ സ്റ്റെഡിലി താഴത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലെ സ്റ്റേറ്റ് വൈസ് ഇൻഫ്ലേഷൻ ഒന്ന് എടുത്തു നോക്കാം. നോക്കൂ, കേരളത്തിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 7.31%, വിച്ച് ഇസ് ദ മോസ്റ്റ് ഹയസ്റ്റ്. നമുക്ക് അവിടെ മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് ഡേറ്റ ബേസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇന്ത്യൻ ഇൻഫ്ലേഷൻ 3.6% കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ 7.31 കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇനി അടുത്ത നെക്സ്റ്റ് ബെസ്റ്റ് ഏതാണ്? 5.3% മണിപ്പൂറാണ്. അത് കഴിഞ്ഞ് 4.89% ഛത്തീസ്ഗഡ് ഉണ്ട്. പിന്നെ അടുത്ത 4.49% കർണാടക ഉണ്ട്. പക്ഷെ ഈ റേറ്റിന് ഒന്നും പിടികൊടുക്കാതെ 7.3% കേരളത്തിലെ ഇൻഫ്ലേഷൻ റേറ്റ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? വൈ ഡു യു തിങ്ക് ദ ഇൻഫ്ലേഷൻ റേറ്റ്സ് ഇൻ കേരള സോ മച്ച് ഹൈ? നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്താം. അതിനേക്കാളും തൊട്ട് മുമ്പ് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് വൈസ് ഇൻഫ്ലേഷൻ എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യണത് എന്നുള്ളത്. നമ്മൾ ഈ 6 പാരാമീറ്റേഴ്സിലാണ് ശരിക്കും സ്റ്റേറ്റ് വൈസ് ഇൻഫ്ലേഷൻ അവർ ഡെലിവർ ചെയ്യുന്നത്. അതായത് ഫുഡ് ആൻഡ് ബെവറേജസ്, പാൻ, ടൊബാക്കോ ആൻഡ് ഇൻടോക്സിക്കൻസ്, ക്ലോത്തിങ് ആൻഡ് ഫുഡ്വെയർ, ഹൗസിംഗ്, ഫ്യൂവൽ ആൻഡ് ലൈറ്റ്സ്, പിന്നെ മിസ്ലേനിയസ് എന്ന് പറയുന്ന ഇത്രയും 3 സെഗ്മെന്റിലായിട്ടാണ് ഇൻഫ്ലേഷൻ തരംതിരിച്ചിരുന്നത്. ഫുഡ് ആൻഡ് ബെവറേജസ് നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് ബെവറേജസ്. നമ്മൾ എല്ലാ കാര്യങ്ങളും, വെജിറ്റബിൾസ്, മീറ്റ്, ചിക്കൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ പല സ്റ്റേറ്റ്സിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിന്റെ പ്രോഫിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കന്റെ പ്രൈസസ് എക്സ്ട്രീംലി ഹൈ ആയിട്ടിരിക്കാം, നമുക്ക് മീറ്റിന്റെ പ്രൈസ് ഹൈ ആയിട്ടിരിക്കാം, വെജിറ്റബിൾസിന്റെ പ്രൈസസ് ഹൈ ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റി ഇസ് അബ്സല്യൂട്ട്ലി റബിഷ് ആസ് ഫാർ as Kerala is concerned. കാരണം നമുക്ക് വരുന്നത് ഭയങ്കര മോശം ക്വാളിറ്റിയാണ് ഫുഡിന്റെയും ബെവറേജസിന്റെ. അതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് ടൊബാക്കോ ആൻഡ് ഇൻടോക്സിക്കന്റ് കൺസംഷൻ. എനിക്ക് തോന്നുന്നു 16 to 20% എന്തോ പെനിട്രേഷൻ മാത്രമേ കേരളത്തിൽ ടൊബാക്കോ കൺസംഷൻ ഉള്ളൂ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ക്ലോത്തിങ് ആൻഡ് ഫുഡ്വെയർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ NRI കമ്മ്യൂണിറ്റി തന്നെ നമുക്കറിയാം. ക്രിസ്മസും പല ഇവന്റ്സും നടന്നതുകൊണ്ട് കഴിഞ്ഞൊരു ക്വാർട്ടറിൽ NRI കമ്മ്യൂണിറ്റിയുടെ ഭയങ്കരമായിട്ടൊരു വരവ് നമ്മൾ കണ്ടു. അപ്പോൾ NRI കമ്മ്യൂണിറ്റി ബാങ്ക്സിലേക്ക് പൈസ ഇല്ലെങ്കിലും ഇവിടെ വന്ന് ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെന്ന് വളരെ എവിഡന്റ് ആണ്. കാരണം ഒരാൾ തന്നെ ബില്ല് ചെയ്യുന്നത് 30,000-40,000 rupees ക്ലോത്തിങ് ആണ്. അപ്പം ദാറ്റ് ഇസ് വൈ സുഡിയോ അല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് പോലത്തെ കമ്പനീസ് ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ ഇൻ കേരള. അപ്പോൾ ക്ലോത്തിങ് ആൻഡ് ഫുഡ്വെയർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് റീസൺ ആണ്. ഹൗസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹൗസിംഗ് എന്ന് പറയുന്നത് റെന്റൽ ഈൽഡ്സിന്റെ ഹൈക്കാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കേരളത്തിൽ റെന്റൽ ഈൽഡ് 2.8 to 3% മാക്സിമം ഉള്ളൂ. പക്ഷെ നമ്മൾ ചില പോക്കറ്റ്സിൽ റെന്റൽ ഈൽഡ് നോക്കിക്കഴിഞ്ഞാൽ റെന്റ്സ് കൂടിയതായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ട്രിവാൻഡ്രം സൈഡിൽ. നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ട്രിവാൻഡ്രം സൈഡിൽ റെന്റൽ ഈൽഡ്സ് ചില ലൊക്കേഷനിൽ കൂടിയിട്ടുണ്ട്. ഈവൻ കൊച്ചി സൈഡിലും റെന്റൽ ഈൽഡ്സ് കാക്കനാട് പോലത്തെ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ ഹൗസിംഗ് അത് മാത്രമല്ല, ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ മേഖലയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിക്കുകയായിരുന്നു, 1,000 rupees ആണ് നമ്മുടെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ ഡേ എന്ന് പറയുന്നത്. ദാറ്റ് കൻ ഈവൻ ഗോ അപ് ടു 1,500 rupees ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമർജൻസി. അല്ലെ, പല ലേബറിനും എമർജൻസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനും 1,500 വരെ പോകാമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പല സ്റ്റേറ്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 400 to 500 rupees മാത്രമേ പെർ ഡേ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് ഹെൽപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ഹൈക്ക് ചെയ്തൊരു റേറ്റ്സിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. നമുക്ക് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ്സിൽ ഹൗസ് ഹോൾഡ് ഹെൽപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് കേരളത്തിൽ ഇറ്റ്സ് എക്സ്ട്രീംലി പ്രൈസ്ഡ് ഓൺ എ വെരി ഹയർ സൈഡ്. സ്പെഷ്യലി കുക്കിംഗ്, ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് കുക്കിംഗ് സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ടേംസ് ഓഫ് പ്രൈസസ്. ഇനി ഉള്ളത് ഫ്യൂവൽ ആൻഡ് ലൈറ്റ്സ് ആണ്. ഫ്യൂവൽ ആൻഡ് ലൈറ്റ്സ് വലിയ വ്യത്യാസമില്ല. കാരണം പെട്രോൾ പ്രൈസ് പെട്രോൾ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പെട്രോൾ പ്രൈസ് ഓവർ ദ ലാസ്റ്റ് 4 months has steadily been about 105 to 106 റേഞ്ചസിലാണ്. പിന്നെ മിസ്ലീനിയസ് എന്ന് പറഞ്ഞാൽ ബാക്കി പല കാര്യങ്ങളും ഇതിനകത്ത് വരും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ക്രിട്ടിക്കലി മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തടത്തോളം കാര്യം ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ വേ വി കൻ കൺട്രോൾ ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ
NRI ഡ്രിവൺ മാർക്കറ്റാണ്, നമ്മൾ കൺസ്യൂമർ എക്കോണമിയാണ്, നമ്മൾ ഒരിക്കലും പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കേരളത്തിൽ ചെയ്യാറില്ല. ബട്ട് ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി ആർ ആക്ച്വലി ഡൂയിങ് വെൽ ഇൻ കേരള. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടപ്സ് ഇൻ കേരള, നമ്പർ ഓഫ് സ്റ്റാർട്ടപ്സ് ദാറ്റ് ഇസ് കം അപ്പ് ഇൻ കേരള ഇസ് വെരി ഹൈ. പിന്നെ കേരളത്തിലെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങിയ പിന്നെ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ എൻഡ് ടു എൻഡ്. പക്ഷേ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിന് അടുത്ത് ഒന്നും സൊല്യൂഷൻ ആയിട്ട് കാണുന്നുമില്ല. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം കേരളത്തിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് എന്നുള്ളതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Until we see next time with another video, Thomas Boyke signing off. Bye bye.